DNA, replication, DNA, transcription, RNA, translation, protein. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇത് പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇതിൽ DNA റെപ്ലിക്കേഷൻ നടന്ന പുതിയ DNA ഉണ്ടാവുമെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. DNA നിന്ന് ജനറ്റിക് ഇൻഫർമേഷൻ RNA ആയിട്ട് കോപ്പി ചെയ്യുന്ന ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് RNA ട്രാൻസ്ലേഷൻ നടന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നത് എങ്ങനെ. പക്ഷേ ഈ ട്രാൻസ്ലേഷൻ പഠിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയണം. ജനറ്റിക് കോഡും tRNAയുടെ സ്ട്രക്ചറും. അതിലേക്ക് പോവാം. ജനറ്റിക് കോഡ് എന്താണ് എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ജനറ്റിക് കോഡ് ഈസ് ദി സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഓർ നൈട്രജൻ ബേസസ് ഇൻ mRNA ദാറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ ഫോർ പ്രോട്ടീൻ സിന്തസിസ് ഓർ ട്രാൻസ്ലേഷൻ. പ്രോട്ടീൻ സിന്തസിസിന് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ആവശ്യമായ ഇൻഫർമേഷൻ അടങ്ങിയ mRNAയിലെ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെയാണ് ജനറ്റിക് കോഡ് എന്ന് പറയാം. The sequence of 3 bases determining a single amino acid is called codon. 3 ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ ആണ് ഒരു അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള 3 ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ കോഡോൺ എന്നാണ് പറയുക. ഒരു mRNAയിലെ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളാണ് ഈ കാണുന്നത്. ഇങ്ങനെയുള്ള ഈ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളിൽ 3 ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ ചേർന്നാൽ ഒരു കോഡോണായി, അല്ലെങ്കിൽ ഇതാണ് ഒരു ജനറ്റിക് കോഡ്. ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, ഇത് നാലാമത്തത്. ഇങ്ങനെ mRNAയിലുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെയാണ് ജനറ്റിക് കോഡ് എന്ന് പറയുക. ദാറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായ ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള ഈ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെയാണ് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. ജോർജ് ഗാമോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ജനറ്റിക് കോഡ് ആദ്യം സജസ്റ്റ് ചെയ്തത്. George Gamow suggested that for coding 20 amino acids, the code should be made up of 3 nucleotides. Thus, there are 64 codons. ആകെ 64 ജനറ്റിക് കോഡുകളാണുള്ളത്. ജനറ്റിക് കോഡ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ജോർജ് ഗാമോ ആണ്. അന്ന് ജോർജ് ഗാമോ പ്രപ്പോസ് ചെയ്തത് ഓവർലാപ്പിംഗ് കോഡാണ്. ജനറ്റിക് കോഡ് നോൺ ഓവർലാപ്പിംഗ് ആണെന്ന് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത് ഫ്രാൻസിസ് ക്രിക്കാണ്. അത് എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്തത് ഹർഗോവിന്ദ് ഖൊറാന എന്ന് പറയുന്ന ഇന്ത്യൻ സയൻറ്റിസ്റ്റാണ്. എന്താണ് ഓവർലാപ്പിംഗ്, നോൺ ഓവർലാപ്പിംഗ് എന്നൊക്കെ ജനറ്റിക് കോഡിൻ്റെ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജനറ്റിക് കോഡിനെ കുറിച്ച് കൂടുതലായി പറയുന്നതിന് മുമ്പ് 20 ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് ഉണ്ട്. ആ അമിനോ ആസിഡ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഷോർട്ട് ഫോമും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അലാനിൻ ALA, അർജിനിൻ ARG, അസ്പരാഗിൻ ASN, aspartic acid ASP, cysteine CYS, glutamine GLN, glutamic acid GLU, glycine GLY, histidine HIS, isoleucine ISO, leucine LUE, lysine LYS, methionine MET, phenylalanine PHE, proline PRO, serine SER, threonine THR, tryptophan TRP, tyrosine TYR, valine VAL. ഇതാണ് 20 അമിനോ ആസിഡുകളും അതിൻ്റെ ഷോർട്ട് ഫോമുകളും. ഇതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എങ്കിലാണ് ജനറ്റിക് കോഡ് ഡിക്ഷണറിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതാണ് ജനറ്റിക് കോഡ് ഡിക്ഷണറി. 64 ജനറ്റിക് കോഡുകളുണ്ടെന്ന് പറഞ്ഞു. ഈ 64 ജനറ്റിക് കോഡുകൾ റെപ്രസെൻ്റ് ചെയ്യുന്ന അമിനോ ആസിഡുകൾ ഏതൊക്കെയെന്ന് കാണിക്കുന്ന ഒരു ഡിക്ഷണറിയാണിത്. ഈ ഡിക്ഷണറി നോക്കാനുള്ള എളുപ്പമാർഗം, ആദ്യ ലെറ്റർ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. U തുടങ്ങുന്നത്, C വെച്ച് തുടങ്ങുന്നത്, A വെച്ച് തുടങ്ങുന്നത്, G വെച്ച് തുടങ്ങുന്നത്. മിഡിൽ മേലെ, മൂന്നാമത്തത് റൈറ്റ് സൈഡിൽ. ഉദാഹരണത്തിന് AUG എന്ന് പറയുന്ന ജനറ്റിക് കോഡാണ് നോക്കുന്നതെങ്കിൽ ആദ്യത്തത് A, മിഡിൽ U, G. അപ്പോൾ AUG മെഥിയോനൈൻ. AUG റെപ്രസെൻ്റ് ചെയ്യുന്നത് മെഥിയോനൈൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിനെയാണ്. CAU എന്ന് പറയുന്ന ജനറ്റിക് കോഡാണ് നോക്കുന്നതെങ്കിൽ C. അപ്പോൾ ഈ റോലാണ് ഉണ്ടാവുക. A, CAU, CAU. AGG എന്ന് പറഞ്ഞ ജനറ്റിക് കോഡാണ് നോക്കുന്നതെങ്കിൽ A, G, AGG. അർജിനിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. UGA എന്ന് പറയുന്ന ജനറ്റിക് കോഡാണ് നോക്കുന്നതെങ്കിൽ UGA.
അമിനോ ആസിഡ് എന്നുള്ളിടത്ത് സ്റ്റോപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണത് എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെയാണ് ജെനറ്റിക് കോഡ് ഡിക്ഷണറി നോക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ ഈ ഓരോ അമിനോ ആസിഡിൻ്റെ ഷോർട്ട് ഫോമാണ് ഇവിടെ ഉണ്ടാവുക. അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഈ ജെനറ്റിക് കോഡിൻ്റെ കൂടുതൽ ക്യാരക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ജെനറ്റിക് കോഡിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ വരും. അതിനുശേഷം ഒന്നും കൂടിയും ഡിക്ഷണറി നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. ജെനറ്റിക് കോഡിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ജെനറ്റിക് കോഡ്. ഫസ്റ്റ്, കോഡോൺ ഈസ് ട്രിപ്ലറ്റ്. ഏത് ജെനറ്റിക് കോഡാണെങ്കിലും 3 ലെറ്റർ കോഡായിരിക്കും. അതാണ് കോഡോൺ ഈസ് ട്രിപ്ലറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 61 കോഡോൺസ് കോഡ് ഫോർ അമിനോ ആസിഡ്സ്. ആകെ 64 ജെനറ്റിക് കോഡുകളുണ്ടെന്ന് പറഞ്ഞു. അതിലെ 61 കോഡോണും അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. 3 കോഡോൺസ് UAA, UAG ആൻഡ് UGA ഡു നോട്ട് കോഡ് ഫോർ എനി അമിനോ ആസിഡ്. ഈ 3 അമിനോ ആസിഡുകളൊന്നും കോഡ് ചെയ്യുന്നില്ല. ദേ ആക്ട് ആസ് സ്റ്റോപ്പ് കോഡോൺസ് ഓർ ടെർമിനേഷൻ കോഡോൺ ഓർ നോൺസെൻസ് കോഡോൺ. ഈ 3 കോഡോണുകളെയാണ് സ്റ്റോപ്പ് കോഡോൺ, അല്ലെങ്കിൽ ടെർമിനേഷൻ കോഡോൺ, അല്ലെങ്കിൽ നോൺസെൻസ് കോഡോൺ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ജെനറ്റിക് കോഡ് ഡിക്ഷണറി നോക്കിയപ്പോൾ ഒരു സ്റ്റോപ്പ് കണ്ടിരുന്നു. ആ സ്റ്റോപ്പ് ആണ് ഇത്. അപ്പോൾ ആകെ 64 ജെനറ്റിക് കോഡുകളുണ്ട്. അതിൽ 61 അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. 3 അമിനോ ആസിഡിനൊന്നും റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യാത്ത ഈ 3 ജെനറ്റിക് കോഡുകളാണ് സ്റ്റോപ്പ് കോഡോൺ എന്നറിയപ്പെടുന്നത്. ഇത് നോൺസെൻസ് കോഡോൺ എന്നും അറിയപ്പെടുന്നുണ്ട്. UAA, UAG, UGA ഇത് 3 സ്റ്റോപ്പ് കോഡോൺസ്. AUG ഹാസ് ഡുവൽ ഫങ്ഷൻ. ഇറ്റ് കോഡ്സ് മെഥിയോനൈൻ ആൻഡ് ആക്ട് ആസ് എ ഇനീഷ്യേറ്റർ കോഡോൺ. ഇനീഷ്യേറ്റർ കോഡോൺ എന്നറിയപ്പെടുന്നത് AUG ആണ്. സ്റ്റോപ്പ് കോഡോൺ പോലെ ഓർത്തിരിക്കേണ്ട പ്രധാന പോയിൻ്റാണിത്. ഇനീഷ്യേഷൻ കോഡോൺ അല്ലെങ്കിൽ ഇനീഷ്യേറ്റർ കോഡോൺ എന്നറിയപ്പെടുന്നത് AUG ആണ്. ഈ AUG മെഥിയോനൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ജെനറ്റിക് കോഡ് ഡിക്ഷണറി നോക്കിയപ്പോൾ AUG പരിചയപ്പെട്ടാണ് മെറ്റ് എന്നവിടെ കണ്ടാണ്. അതാണ് മെഥിയോനൈൻ. അടുത്ത പോയിൻ്റ്, ആൻ അമിനോ ആസിഡ് ഈസ് കോഡഡ് ബൈ മെനി കോഡോൺസ് എക്സെപ്റ്റ് AUG ഫോർ മെഥിയോനൈൻ ആൻഡ് UGG ഫോർ ട്രിപ്റ്റോഫാൻ. സച്ച് കോഡോൺസ് ആർ ഡീജനറേറ്റ് കോഡോൺ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 61 ജെനറ്റിക് കോഡുകളുണ്ട്, പക്ഷേ 20 അമിനോ ആസിഡേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് 1-ൽ കൂടുതൽ ജെനറ്റിക് കോഡുകൾ ഉണ്ടാവാം. പക്ഷേ മെഥിയോനൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് AUG എന്ന് പറഞ്ഞ ജെനറ്റിക് കോഡ് മാത്രമേ ഉള്ളൂ. ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് UGG എന്ന് പറയുന്ന ജെനറ്റിക് കോഡ് മാത്രമേ ഉള്ളൂ. ഇതൊഴിച്ച് നിർത്തിയാൽ ബാക്കി 18 അമിനോ ആസിഡുകളെയും റെപ്രസെൻ്റ് ചെയ്യാൻ 2 അതിൽ കൂടുതലോ ജെനറ്റിക് കോഡുകളുണ്ട്. ജെനറ്റിക് കോഡിൻ്റെ ഈ പ്രോപ്പർട്ടിയാണ് ഡീജനറേറ്റ് എന്ന് പറയാം. ജെനറ്റിക് കോഡ് ഈസ് ഡീജനറേറ്റ് എന്ന് പറയാറുണ്ട്. അതാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ ക്യാരക്ടേഴ്സ്, സാലിയൻ ഫീച്ചേഴ്സ് ചിത്രത്തിൽ നോക്കുക. ജെനറ്റിക് കോഡ് ട്രിപ്ലറ്റ് കോഡോനാണ്. അതിലെ AUG എന്നുള്ളതാണ് ഇനീഷ്യേറ്റർ കോഡോണ്. UAA, UAG, UGA അതൊക്കെയാണ് സ്റ്റോപ്പ് കോഡോണ്. സ്റ്റോപ്പ് കോഡോൺ പ്രത്യേക അമിനോ ആസിഡിനൊന്നും റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. നോ പങ്ക്ച്വേഷൻസ് നീഡഡ്. നോ പങ്ക്ച്വേഷൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് കോഡോൺ ഓർ ജെനറ്റിക് കോഡ് ഈസ് കോമാലക്സ്. 2 അഡ്ജസൻറ്റ് ജെനറ്റിക് കോഡുകൾക്കിടയിൽ ഫുൾ സ്റ്റോപ്പോ കോമയോ അങ്ങനത്തെ ഉള്ള പങ്ക്ച്വേഷൻസ് ഒന്നും ആവശ്യമില്ല. അതാണ് ഒരു ഫീച്ചർ. ജെനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ. എക്സാമ്പിൾ ഫ്രം ബാക്ടീരിയ ടു ഹ്യൂമൻ, UUU കോഡ് ഫോർ ഫിനൈൽ അലാനിൻ. അപ്പോൾ നോർമലി ഏതൊരു ജീവിയിലും ഒരു ജെനറ്റിക് കോഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക അമിനോ ആസിഡിനായിരിക്കും. ഉദാഹരണത്തിന് ബാക്ടീരിയയിലാണെങ്കിലും ഹ്യൂമൻ ബീയിങ്സിലാണെങ്കിലും എലിഫൻറ്റിലാണെങ്കിലും UUU എന്ന് പറയുന്ന ജെനറ്റിക് കോഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ജെനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ എന്നതുകൊണ്ട് ഉദ്ദേശിപ്പിക്കുന്നത്. ജെനറ്റിക് കോഡ് ഈസ് നോൺ ഓവർലാപ്പിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഗാമോ പറഞ്ഞത് ജെനറ്റിക് കോഡ് ഓവർലാപ്പിംഗ് ആണെന്നാണ്. പിന്നീട് ക്രിക്കാണ് ജെനറ്റിക് കോഡ് നോൺ ഓവർലാപ്പിംഗ് ആണെന്ന് പറഞ്ഞത്. ഈ ജെനറ്റിക് കോഡ് നോൺ ഓവർലാപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു കോഡോൺ, ഇത് 2ാമത്തെ കോഡോൺ, ഇത് 3ാമത്തെ കോഡോൺ, അങ്ങനെ പോകുന്നതിനെയാണ് നോൺ ഓവർലാപ്പിംഗ് കോഡോൺ എന്ന് പറയുന്നത്. ഇനി ഓവർലാപ്പ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ഇത് ഒരു ജെനറ്റിക് കോഡ്, ഇത് 2ാമത്തെ ജെനറ്റിക് കോഡ്, ഇത് 3ാമത്തെ ജെനറ്റിക് കോഡ്, അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരുന്നതിനെയാണ് ഓവർലാപ്പിംഗ് കോഡോൺ എന്ന് പറയാം. പക്ഷേ ജെനറ്റിക് കോഡ് നോൺ ഓവർലാപ്പിംഗ് ആണ്. ഇതുപോലെയല്ല, നോൺ ഓവർലാപ്പിംഗ് ആണ്.
Genetic code is unambiguous and specific. That is, one codon specific only one amino acid. ജനറ്റിക് കോഡിന് ദ്വയാർത്ഥമില്ല. അംബിഗസ് എന്ന് പറഞ്ഞാൽ ദ്വയാർത്ഥം, അണംബിഗസ് എന്ന് പറഞ്ഞാൽ ദ്വയാർത്ഥമില്ലാത്തത്, വളരെ സ്പെസിഫിക്കുമാണ്. ഉദാഹരണത്തിന് യു എന്ന് പറയുന്ന ജനറ്റിക് കോഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ മാത്രമാണ്. ഈ യു ഫിനൈൽ അലാനിൻ അല്ലാതെ മറ്റൊരു അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യില്ല എന്നർത്ഥം. അങ്ങനെ സ്പെസിഫിക് ആണ് എന്നതാണ് ഈ ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ജനറ്റിക് കോഡിന് ഒരൊറ്റ അർത്ഥമേ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞാൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫിനൈൽ അലാനിനായിരിക്കും. എന്നാൽ ഫിനൈൽ അലാനിൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് യു അല്ലാതെയും മറ്റ് പല ജനറ്റിക് കോഡുകൾ ഉണ്ടാവും. അതാണ് ജനറ്റിക് കോഡിൻ്റെ ഡീജനറേറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഇത് രണ്ടും പ്രത്യേകം മനസ്സിലാക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ മ്യൂട്ടേഷൻ പഠിച്ചിരുന്നു. പക്ഷെ അന്ന് മ്യൂട്ടേഷൻ ബ്രീഫായിട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. എന്താണ് മ്യൂട്ടേഷൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ജനറ്റിക് കോഡ് നമ്മൾ അറിയണം. അപ്പോൾ ജനറ്റിക് കോഡ് പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അന്ന് നമ്മൾ മനസ്സിലാക്കിയ മ്യൂട്ടേഷൻ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. അന്ന് നമ്മൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞ അസുഖത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. പോയിന്റ് മ്യൂട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ബേസ് പെയറിൽ വരുന്ന ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന മ്യൂട്ടേഷനെയാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയാം. അങ്ങനെ പോയിന്റ് മ്യൂട്ടേഷൻ കൊണ്ട് പല ഡിസോർഡറുകൾ ഉണ്ടാകുന്നുണ്ട്. അതിലെ ഒന്നാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ നിങ്ങൾക്കറിയാം, ബീറ്റാ ഗ്ലോബിൻ ചെയിനിൻ്റെ 6th പൊസിഷനിലെ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് വരുമ്പോഴാണ് നോർമൽ ഹീമോഗ്ലോബിന് പകരം സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ ആവുക. അപ്പോൾ എന്തുകൊണ്ടാണ് ബീറ്റാ ഗ്ലോബിൻ ചെയിനിൻ്റെ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്ന അമിനോ ആസിഡിന് പകരം വാലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് വരുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോർമൽ ഹീമോഗ്ലോബിനുള്ള ഒരാളുടെ DNA GAG ആയിരിക്കും. സ്വാഭാവികമായിട്ട് CTC ആയിരിക്കും അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ്. അതിൽ നിന്നും ഉണ്ടാവുന്ന mRNA GAG ആയിരിക്കും. സിക്ക് കോംപ്ലിമെൻ്ററി ആയത് G, ടിക്ക് കോംപ്ലിമെൻ്ററി ആയത് A, സിക്ക് കോംപ്ലിമെൻ്ററി ആയത് G. ഇത് ടെംപ്ലേറ്റ് സ്റ്റാൻഡും ഇത് കോഡിംഗ് സ്റ്റാൻഡുമാണ്. ഈ GAG എന്ന് പറയുന്ന mRNA റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ജനറ്റിക് കോഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ്. എന്നാൽ സിക്കിൾ സെൽ ഹീമോഗ്ലോബിനുള്ള ഒരാളെ സംബന്ധിച്ച് GTG എന്നായിരിക്കും അവരുടെ കോഡിംഗ് സ്റ്റാൻഡ്. GAGക്ക് പകരം GTG ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് CAC ആയിരിക്കും അവരുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ AT വരുന്നതിന് പകരം ഇവിടെ TA വന്നു. അഥവാ ഒരു സിംഗിൾ ബേസ് പെയറിലെ ചേഞ്ച് ഉള്ളൂ. പക്ഷേ ആ സിംഗിൾ ബേസ് പെയറിലെ ചേഞ്ച് കൊണ്ട് ട്രാൻസ്ക്രിപ്ഷൻ നടന്നുണ്ടാകുന്ന mRNA GUG ആവും. സിക്ക് കോംപ്ലിമെൻ്ററി ആയത് G, എക്ക് കോംപ്ലിമെൻ്ററി ആയത് U, സിക്ക് കോംപ്ലിമെൻ്ററി ആയത് G. GUG എന്ന് പറയുന്ന mRNA റെപ്രസെൻ്റ് ചെയ്യുന്നത് വാലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ്. ഇവിടെ mRNA അല്ലെങ്കിൽ ജനറ്റിക് കോഡ് GAG ആയിരുന്നു, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്ലൂട്ടാമിക് ആസിഡ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് മ്യൂട്ടേഷൻ വന്നതുകൊണ്ട് mRNA GUG ആയി, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് വാലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, ഒരു സിംഗിൾ ബേസ് പെയറിൽ വന്ന ചേഞ്ച് കൊണ്ട് ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്ന അമിനോ ആസിഡിന് പകരം വാലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് വന്നു. അപ്പോൾ നോർമൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നതിന് പകരം സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ ആയിട്ട് മാറി. അവർക്ക് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടായി. ടൈപ്സ് ഓഫ് RNA ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 ടൈപ്സ് ഓഫ് RNA ഉണ്ട്. mRNA അല്ലെങ്കിൽ മെസഞ്ചർ RNA, rRNA അല്ലെങ്കിൽ റൈബോസോമൽ RNA, tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA. അതിൻ്റെ മറ്റൊരു പേരാണ് sRNA അല്ലെങ്കിൽ സോളുബിൾ RNA. ഇതിൽ mRNA പ്രൊവൈഡ് ടെംപ്ലേറ്റ് ഫോർ ട്രാൻസ്ലേഷൻ ഓർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിൻ്റെ സമയത്ത് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് mRNA ആണ്. അത് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. rRNA ആണ് സ്ട്രക്ചറൽ ആൻഡ് കാറ്റലൈറ്റിക് റോൾ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ്റെ സമയത്ത് സ്ട്രക്ചറൽ ആൻഡ് കാറ്റലൈറ്റിക് റോൾ ചെയ്യുന്നത് rRNA ആണ്. tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA ബ്രിങ്സ് അമിനോ ആസിഡ്സ് ഫോർ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് റീഡ്സ് ദ ജനറ്റിക് കോഡ്.
പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായ അമിനോ ആസിഡിനെ കൊണ്ടുവരുന്നതും ജനറ്റിക് കോഡ് റീഡ് ചെയ്യുന്നതും tRNA ആണ്. ഈ 3 RNAയുടെ ഫങ്ഷൻസും നമ്മൾ ട്രാൻസ്ലേഷൻ ഡിസ്കസ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് വ്യക്തമാവും. 3 തരം RNAകളെ കുറിച്ച് പറഞ്ഞു. അതിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് tRNA കുറിച്ചാണ്. tRNA എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ RNA. tRNAയുടെ ഒരു സ്ട്രക്ചറാണത്. ഫ്രാൻസിസ് ക്രിക്ക് പോസ്റ്റുലേറ്റഡ് പ്രസൻസ് ഓഫ് ആൻ അഡാപ്റ്റർ മോളിക്യൂൾ ദാറ്റ് ക്യാൻ റീഡ് ദ കോഡ് ആൻഡ് ദ ലിങ്ക് വിത്ത് അമിനോ ആസിഡ്. ആദ്യമായിട്ട് tRNA എന്ന് പറയുന്നൊരു സംഭവം പോസ്റ്റുലേറ്റ് ചെയ്തത് ഫ്രാൻസിസ് ക്രിക്കാണ്. tRNA ഈസ് കോൾഡ് അഡാപ്റ്റർ മോളിക്യൂൾ because it has an anticodon loop, an amino acid acceptor and ribosome binding loop, enzyme binding loop. ഇതിൽ നിങ്ങൾ 2 കാര്യമാണ് പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ആൻറ്റികോഡോൺ ലൂപ്പും ഉണ്ട്, അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡും ഉണ്ട്. ഇവിടെയാണ് അമിനോ ആസിഡ് വന്ന് ബൈൻഡ് ചെയ്യുക. mRNAയിലുള്ള ജനറ്റിക് കോഡ് റീഡ് ചെയ്യുന്നത് ഈ ആൻറ്റികോഡോൺ ലൂപ്പാണ്. mRNAക്ക് കോംപ്ലിമെൻ്ററി ആയ ആൻറ്റികോഡോൺ ലൂപ്പോട് കൂടിയ tRNA ആണ് അവിടെ വന്ന് ബൈൻഡ് ചെയ്യുക. ഇനീഷ്യേഷൻ ഒരു പ്രത്യേക tRNA ഉണ്ട്, അതിനെ ഇനീഷ്യേറ്റർ tRNA എന്ന് പറയും. ഓരോ അമിനോ ആസിഡിനും പ്രത്യേക tRNAകളുണ്ട്. എന്നാൽ സ്റ്റോപ്പ് കോഡോണ് പ്രത്യേക tRNA ഇല്ല. tRNAയുടെ സെക്കൻഡറി സെക്ചറാണിത്. ഒരു ക്ലോവർ ലീഫ് മോഡലാണ് ഈ സെക്കൻഡറി സെക്ചർ. പ്രൈമറി സെക്ചർ ഒരു ഇൻവെർട്ടഡ് എല്ലിൻ്റെ ആകൃതിയാണ്, തലതിരിച്ചിട്ട എല്ല് പ്രൈമറി സെക്ചർ. ഇത് tRNAയുടെ സെക്കൻഡറി സെക്ചറാണ്. ഇതിനെ ക്ലോവർ ലീഫ് മോഡൽ എന്നാണ് പറയുക. ഇതിൽ ഈ ആൻറ്റികോഡോൺ ലൂപ്പും അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. DNA, ട്രാൻസ്ക്രിപ്ഷൻ, RNA, ട്രാൻസ്ലേഷൻ, പ്രോട്ടീൻ. DNA റെപ്ലിക്കേഷൻ DNA. ഇതിൽ നമ്മൾ റെപ്ലിക്കേഷൻ പഠിച്ചു കഴിഞ്ഞു, ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ട്രാൻസ്ലേഷനാണ് പഠിക്കേണ്ടത്. ട്രാൻസ്ലേഷൻ പഠിക്കുന്നതിന് മുമ്പ് ജനറ്റിക് കോഡും വിവിധ തരത്തിലുള്ള RNAകളെ പരിചയപ്പെട്ടു, tRNAയുടെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആണ്. RNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സ്, RNAയുടെ ജനറ്റിക് ഇൻഫർമേഷൻ വെച്ച് പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ടു ഫോം പോളിപെപ്റ്റൈഡ് ചെയിൻ ഓർ പ്രോട്ടീൻ. അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർത്ത് ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അമിനോ ആസിഡുകളുടെ പോളിമറൈസേഷൻ നടത്തി പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. ഈ ട്രാൻസ്ലേഷൻ നടക്കുന്നത് റൈബോസോമിലാണ്. റൈബോസോമിന് ഒരു ലാർജ് സബ് യൂണിറ്റും സ്മോൾ സബ് യൂണിറ്റും ഉണ്ട്. ഈ റൈബോസോമാണ് ട്രാൻസ്ലേഷൻ്റെ സ്ട്രക്ചറൽ യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്നത്. ഒപ്പം ഇത് കാറ്റലിസ്റ്റായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. എക്സാമ്പിൾ, ബാക്ടീരിയയിൽ 23S rRNA എന്ന് പറയുന്ന റൈബോസോമൽ RNA ഉണ്ട്. അത് എൻസൈമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെയാണ് റൈബോസൈം എന്ന് പറയാം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാ എൻസൈമുകളും പ്രോട്ടീനാണ്. എൻസൈമായിട്ട് പ്രവർത്തിക്കുന്ന ന്യൂക്ലിക് ആസിഡുകളുണ്ട്. എൻസൈമായിട്ട് പ്രവർത്തിക്കുന്ന ന്യൂക്ലിക് ആസിഡുകളാണ് റൈബോസൈം എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് 23S rRNA ഇൻ ബാക്ടീരിയ. അപ്പോൾ ഈ റൈബോസോം ട്രാൻസ്ലേഷൻ്റെ സ്ട്രക്ചറൽ യൂണിറ്റായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്, കാറ്റലിസ്റ്റായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഈ റൈബോസോമിൻ്റെ ലാർജർ സബ് യൂണിറ്റാണിത്, സ്മോളർ സബ് യൂണിറ്റാണിത്. റൈബോസോമിൻ്റെ സ്മോളർ സബ് യൂണിറ്റിലാണ് mRNA വന്ന് ബൈൻഡ് ചെയ്യുക. ഈ mRNAയുടെ ജനറ്റിക് കോഡുകൾക്ക് കറസ്പോണ്ടിങ് ആയ ആൻറ്റികോഡോൺ ലൂപ്പോട് കൂടിയ tRNAകളാണ് വന്ന് ബൈൻഡ് ചെയ്യുക. ആ tRNAയുടെ അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡിൽ അമിനോ ആസിഡുകൾ ഉണ്ടാവും. ആ അമിനോ ആസിഡുകൾക്കിടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്താണ് ഇതൊരു പോളിപെപ്റ്റൈഡ് ചെയിനാവുക. ആ പ്രോസസ്സിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ഈ ട്രാൻസ്ലേഷൻ എന്താണെന്ന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സ്റ്റെപ്സ് ഓഫ് ട്രാൻസ്ലേഷൻ: 1 ചാർജിങ് ഓഫ് tRNA, 2 ഇനീഷ്യേഷൻ, 3 ഇലോങ്ങേഷൻ, 4 ടെർമിനേഷൻ. ഇതാണ് ട്രാൻസ്ലേഷൻ്റെ സ്റ്റെപ്പുകൾ. ചാർജിങ് ഓഫ് tRNA എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ്സ് ആർ ആക്ടിവേറ്റഡ് ഇൻ ദി പ്രസൻസ് ഓഫ് ATP ആൻഡ് ലിങ്ക്ഡ് ടു ദെയർ കറസ്പോണ്ടിങ് tRNA. അമിനോ ആസിഡ് ATPയുടെ സാന്നിധ്യത്തിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും
അതിൻ്റെ കറസ്പോണ്ടിങ് ആയ tRNAയുടെ അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡിൽ പോയി ബൈൻഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ചാർജിങ് ഓഫ് tRNA എന്ന് പറയാം. അതിനെ അമിനോ അസൈലേഷൻ ഓഫ് tRNA എന്ന് പറയും. ഇത് അമിനോ അസൈൽ tRNA സിന്തറ്റൈസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. ഇതാണ് ട്രാൻസ്ലേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ചാർജിങ് ഓഫ് tRNA. ഇങ്ങനെയുള്ള ചാർജ് tRNA ആണ് ട്രാൻസ്ലേഷനിൽ പങ്കെടുക്കുന്നത്. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് റൈബോസോമിൻ്റെ ലാർജർ സബ് യൂണിറ്റും ഇത് റൈബോസോമിൻ്റെ സ്മോളർ സബ് യൂണിറ്റും ആണെന്ന് വിചാരിക്കുക. ഈ സ്മോളർ സബ് യൂണിറ്റിലാണ് mRNA വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഈ ലാർജർ സബ് യൂണിറ്റിൽ 2 സൈറ്റുകളുണ്ട്, പി സൈറ്റും എ സൈറ്റും. പി സൈറ്റിൻ്റെ ഫുൾ ഫോം പെപ്റ്റിഡൈൽ സൈറ്റ് എന്നാണ്. എ സൈറ്റിൻ്റെ ഫുൾ ഫോം അമിനോ അസൈൽ tRNA ബൈൻഡിങ് സൈറ്റ് എന്നാണ്. എന്തായാലും റൈബോസോമിൻ്റെ ലാർജർ സബ് യൂണിറ്റിൽ 2 സൈറ്റുകളുണ്ട്, എ സൈറ്റും പി സൈറ്റും. റൈബോസോമിൻ്റെ സ്മോളർ സബ് യൂണിറ്റിലാണ് mRNA വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഇനി mRNA വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യേറ്റർ tRNA നമ്മുടെ mRNAയിലുള്ള ഇനീഷ്യേഷൻ കോഡോണിൽ വന്ന് ബൈൻഡ് ചെയ്യും. ഇനീഷ്യേഷൻ കോഡോൺ എന്ന് പറഞ്ഞാൽ AUG എന്നാണ്. AUGയിൽ വന്ന് ഇനീഷ്യേറ്റർ tRNA ബൈൻഡ് ചെയ്യാനുള്ള കാരണം ഇനീഷ്യേറ്റർ tRNAയുടെ ആൻറ്റി കോഡോൺ ലൂപ്പ് UAC എന്നാണ്. അപ്പോൾ ഈ UAC എന്ന് പറയുന്ന ആൻറ്റി കോഡോൺ ലൂപ്പോട് കൂടിയ tRNAക്ക് മാത്രമേ AUGയിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എക്ക് കോംപ്ലിമെൻ്റ് U, യുക്ക് A, ജിക്ക് C. അപ്പോഴാണ് ഇത് കോംപ്ലിമെൻ്ററി ആവുള്ളൂ. അങ്ങനെ ഇനീഷ്യേറ്റർ tRNA വന്ന് mRNAയുടെ AUG അഥവാ ഇനീഷ്യേഷൻ കോഡോണിൽ വന്ന് ബൈൻഡ് ചെയ്യും. അതിൻ്റെ അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡിൽ മെഥിയോനൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ടാവും. കാരണം AUGക്ക് കറസ്പോണ്ടിങ് ആയ അമിനോ ആസിഡാണ് മെഥിയോനൈൻ. അതാവും ഈ ഇനീഷ്യേറ്റർ tRNAയുടെ അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡിൽ ഉണ്ടാവുക. ഇത് പി സൈറ്റിൽ വന്നാണ് ബൈൻഡ് ചെയ്യുക. സെക്കൻഡ് അമിനോ അസൈൽ tRNA അഥവാ രണ്ടാമത് ചാർജ്ഡായ tRNA വന്ന് എ സൈറ്റിൽ ബൈൻഡ് ചെയ്യും. എ സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത് ഈ mRNAയുടെ ACA എന്ന് പറയുന്ന mRNAയുടെ കോംപ്ലിമെൻ്ററി ആൻറ്റി കോഡോൺ ലൂപ്പോട് കൂടിയ tRNAക്ക് മാത്രമേ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ACA എന്ന് പറയുന്ന ജെനറ്റിക് കോഡാണ്. അപ്പോൾ എക്ക് കോംപ്ലിമെൻ്ററി U, സിക്ക് G, എക്ക് U. ഇങ്ങനെ UGU എന്ന് പറയുന്ന ആൻറ്റി കോഡോൺ ലൂപ്പോട് കൂടിയ tRNAക്ക് മാത്രമേ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ACAക്ക് കറസ്പോണ്ടിങ് ആയ 309 എന്ന് പറയുന്ന അമിനോ ആസിഡ് ആവും അതിൻ്റെ അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡിൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുക, AUGക്ക് കോംപ്ലിമെൻ്ററി ആയ UAC എന്ന് പറയുന്ന ആൻറ്റി കോഡോൺ ലൂപ്പോട് കൂടിയ tRNA വന്ന് ബൈൻഡ് ചെയ്തു. തൊട്ടടുത്ത ജെനറ്റിക് കോഡായ ACAക്ക് കോംപ്ലിമെൻ്ററി ആയ UGU എന്ന് പറയുന്ന ആൻറ്റി കോഡോൺ ലൂപ്പോട് കൂടിയ tRNA ഇവിടെ വന്ന് ബൈൻഡ് ചെയ്തു. ഈ tRNAയുടെ അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡിൽ മെഥിയോനൈൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ട്. ഈ tRNAയുടെ അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡിൽ 309 എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ട്. ഇത് രണ്ടും ചാർജ്ഡ് അമിനോ ആസിഡുകളാണ്. 2 ചാർജ്ഡ് അമിനോ ആസിഡുകൾ തമ്മിൽ അടുത്തടുത്ത് വന്നാൽ ഇവയ്ക്കിടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. ആ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാൻ സഹായിക്കുന്നത് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. അതിൻ്റെ സാന്നിധ്യത്തിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. ഈ 2 അമിനോ ആസിഡുകൾക്കിടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൈപെപ്റ്റൈഡ് ഫോം ചെയ്യും. തൊട്ടടുത്ത ജെനറ്റിക് കോഡ് CAU എന്ന ജെനറ്റിക് കോഡാണ്. അതിന് കോംപ്ലിമെൻ്ററിയായ ആൻറ്റി കോഡോൺ ലൂപ്പോട് കൂടിയ tRNA ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും. അതിൻ്റെ അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡിലുള്ള അമിനോ ആസിഡും ഈ അമിനോ ആസിഡും തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. അടുത്തത് GGU, അതിന് കോംപ്ലിമെൻ്ററിയായ ആൻറ്റി കോഡോൺ ലൂപ്പോട് കൂടിയ tRNA ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും. ആ അമിനോ ആസിഡും അടുത്ത ഈ അമിനോ ആസിഡും തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. ഇങ്ങനെ ഒരുപാട് അമിനോ ആസിഡുകൾ വരും, അവയ്ക്കിടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ഇതൊരു പോളിപെപ്റ്റൈഡ് ചെയിനാവും. ഈ പ്രോസസ്സിനെയാണ് ഇലോങ്ങേഷൻ എന്ന് പറയാം. ഇങ്ങനെ ഇലോങ്ങേഷൻ നടന്ന് പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാവുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ എ സൈറ്റിൽ നിന്ന് അമിനോ ആസിഡ് പി സൈറ്റിലേക്ക് മൂവ് ചെയ്യും. പുതിയ tRNA വന്ന് എ സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യും.
ഇങ്ങനെ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോം ചെയ്യും. ഈ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് mRNAയിലെ സ്റ്റോപ്പ് കോഡോൺ എത്തുന്നത് വരെ ആണ് നടക്കുക. ഇപ്പോൾ UAA ഒരു സ്റ്റോപ്പ് കോഡാണ്, UAG ഉണ്ട്, UGA ഉണ്ട്, അതൊക്കെ മറ്റ് സ്റ്റോപ്പ് കോഡോണുകളാണ്. ഇതിലേതെങ്കിലും ഒരു സ്റ്റോപ്പ് കോഡോൺ ഉണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് കോഡോണിന് കറസ്പോണ്ടിങ് ആയ tRNA ഇല്ല. അതിന് പകരം ഒരു റിലീസ് ഫാക്ടർ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും. ആ റിലീസ് ഫാക്ടർ ബൈൻഡ് ചെയ്യുന്നതോടെ ദ പോളിപെപ്റ്റൈഡ് ആൻഡ് tRNA ആർ റിലീസ്ഡ് ഫ്രം ദി റൈബോസോം. അങ്ങനെ നിർമ്മിക്കപ്പെട്ട പോളിപെപ്റ്റൈഡും tRNA ഒക്കെ റൈബോസോമിൽ നിന്ന് റിലീസ് ചെയ്യും. അതോടെ ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് അവസാനിക്കും. അതിനെയാണ് ടെർമിനേഷൻ എന്ന് പറയാം. An mRNA has additional sequences that are not translated is known as untranslated regions or UTR. mRNAയുടെ സ്റ്റാർട്ട് കോഡോൺ മുതലാണ് ട്രാൻസ്ലേഷൻ ആരംഭിക്കുന്നത്. സ്റ്റോപ്പ് കോഡോണിലെത്തിയാൽ ട്രാൻസ്ലേഷൻ അവസാനിക്കും. അപ്പോൾ ഇത്രയും ഭാഗത്താണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ഇതല്ലാതെ സ്റ്റാർട്ട് കോഡോണിൻ്റെ മുമ്പും സ്റ്റോപ്പ് കോഡോണിൻ്റെ ശേഷവും കുറേ സീക്വൻസുകൾ ഉണ്ടാവാം. ആ സീക്വൻസുകളെയാണ് UTR എന്ന് പറയാം, അഥവാ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. UTR present at both 5' end, that means before start codon, and 3' end, that means after stop codon. They are required for efficient translation process. അപ്പോൾ UTR എന്ന് പറഞ്ഞാൽ mRNAയിൽ കാണുന്ന സ്റ്റാർട്ട് കോഡോണിൻ്റെ മുമ്പും സ്റ്റോപ്പ് കോഡോണിൻ്റെ ശേഷവുമുള്ള സീക്വൻസുകളാണ്. അത് ട്രാൻസ്ലേഷനിൽ പങ്കെടുക്കുന്നില്ല. അത്തരം റീജിയനെയാണ് UTR എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ട്രാൻസ്ലേഷൻ്റെ സ്റ്റെപ്പുകളൊന്നും കൂടി നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചാർജിങ് ഓഫ് tRNA ആണ്. ATPയുടെ സാന്നിധ്യത്തിൽ അമിനോ ആസിഡ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ കറസ്പോണ്ടിങ് tRNAയിൽ വന്ന് ബൈൻഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ചാർജിങ് ഓഫ് tRNA. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യേഷനാണ്. mRNAയിലുള്ള AUG എന്ന് പറയുന്ന ഇനീഷ്യേഷൻ കോഡോണിൽ കറസ്പോണ്ടിങ് ആയ ഇനീഷ്യേറ്റർ tRNA വന്ന് ബൈൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇനീഷ്യേഷൻ. അത് P സൈറ്റിലാണ് വന്ന് ബൈൻഡ് ചെയ്യുക. അതിൻ്റെ അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡിൽ മെഥിയോനൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ടാവും. മൂന്നാമത്തെ പ്രോസസ്സാണ് ഇലോങ്ങേഷൻ. ഓരോ ജെനറ്റിക് കോഡിനും കറസ്പോണ്ടിങ് ആയ tRNAകൾ വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെ 2 ചാർജ് tRNAകൾ അടുത്തടുത്ത് വരുമ്പോൾ അവയ്ക്കിടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ആദ്യം ഡൈപെപ്റ്റൈഡ്, പിന്നെ ട്രൈപെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ് ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ്, അഥവാ പോളിമറൈസേഷൻ ഓഫ് അമിനോ ആസിഡ് എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് ഇലോങ്ങേഷൻ എന്ന് പറയാം. മൂന്നാമത്തെ സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പാണ് ടെർമിനേഷൻ. സ്റ്റോപ്പ് കോഡോണിലെത്തുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ tRNA ഇല്ല. അപ്പോൾ അവിടെ റിലീസ് ഫാക്ടർ ബൈൻഡ് ചെയ്യും. അതോടെ അതുവരെ ഉണ്ടായിട്ടുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻ റിലീസ് ചെയ്യും. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്റ്റോപ്പാവും. അതിനെയാണ് ടെർമിനേഷൻ എന്ന് പറയാം. ഇത്രയാണ് ട്രാൻസ്ലേഷൻ്റെ സ്റ്റെപ്പുകൾ. ചാർജിങ് ഓഫ് tRNA, ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇങ്ങനെ റൈബോസോമിൽ വെച്ച് mRNAക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള അമിനോ ആസിഡ് സീക്വൻസുകൾ വെച്ച് ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. ഇതോടെ സെൻട്രൽ ഡോഗ്മ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. DNA-ക്ക് റെപ്ലിക്കേഷൻ നടന്ന് പുതിയ DNA ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. സെമി കൺസർവേറ്റീവ് മെത്തേഡ് വഴിയാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. DNA ഉള്ള ജെനറ്റിക് ഇൻഫർമേഷൻ RNA ആയിട്ട് മാറുന്ന ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കി. ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് നമ്മൾ പഠിച്ചു. അവിടെയുള്ള ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ എന്നീ പ്രോസസ്സുകൾ നമ്മൾ പരിചയപ്പെട്ടു. പ്രോകാരിയോട്സിലും യൂക്കാരിയോട്സിലും ട്രാൻസ്ക്രിപ്ഷനുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി. യൂക്കാരിയോട്സിലെ ട്രാൻസ്ക്രിപ്ഷനുള്ള അഡീഷണൽ കോംപ്ലക്സിറ്റീസ് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം RNAക്ക് കോംപ്ലിമെൻ്ററി ആയ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്ന ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സും പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മുടെ സെല്ലിലുള്ള, ന്യൂക്ലിയസിലുള്ള, DNA-യിലുള്ള ജെനറ്റിക് ഇൻഫർമേഷൻ പ്രോട്ടീനായിട്ട് മാറുന്നത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു മൊത്തം പ്രോസസ്സിനെ നമ്മൾ ജീൻ എക്സ്പ്രഷൻ അല്ലെങ്കിൽ സെൻട്രൽ ഡോഗ്മ എന്ന് പറയാം. ഇവിടെ ജെനറ്റിക് ഇൻഫർമേഷൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ DNA to RNA to പ്രോട്ടീൻ ആണ്. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു.